ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തൻഷ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് പോയപ്പോൾ ഒരു എക്സിബിഷനിൽ പോയതാട്ടോ. ഞാൻ കുറേ കാലമായി ഒരു എക്സിബിഷന് പോയിട്ട്. തൃശ്ശൂർ തന്നെ പൂരം എക്സിബിഷന് പോകണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒരു എക്സിബിഷൻ നടന്നപ്പോൾ ജസ്റ്റ് പോയതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വ്ളോഗ് ചെയ്യാൻ കാരണം. പോയി കയറിയുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ നിറച്ചും ഗ്ലാസ് ബാംഗിൾസിൻ്റെ വൈറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ കാണുന്നത്. എല്ലാം വെറൈറ്റി ആയിട്ടുണ്ട്. അതുപോലെ കളേഴ്സും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇത് ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരുടെ ഒരു എക്സിബിഷനാണ് കേട്ടോ. അതേപോലെ തന്നെ കുറേ ടെക്സ്റ്റൈൽസ്, അതായത് ഷോൾസ്, സാരീസ്, സൽവാസ് എല്ലാം അടിപൊളി മെറ്റീരിയൽസുമാണ്. അതേപോലെ തന്നെ എൻ്റെ മെയിൻ സംഭവം ഇവിടെ ഈ ഒരു അച്ചാറിൻ്റെ കൗണ്ടറാണ് കേട്ടോ. പക്ഷേ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്നും വൈനൊക്കെ വെള്ളം വരും, അത്ര കൊതിയാവും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലത്തെ സ്നാക്സ്, ഇതും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്നാക്സൊക്കെയാണ്, നോർത്ത് ഇന്ത്യൻ സ്നാക്സൊക്കെയാണ്. ഇതേപോലത്തെ മിച്ചറ് പോലത്തെയൊക്കെ കുറേ സംഭവങ്ങൾ കേട്ടോ. എല്ലാം വെറൈറ്റീസാണ്. ഇത് സാധാരണ എല്ലാ എക്സിബിഷനിലും കാണാവുന്നതാണ്. സാരീസിൻ്റെ ഒക്കെ ഒരുപാട് സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കണ്ട് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അത്ര നന്നായിട്ടുണ്ടായ എക്സിബിഷനാട്ടോ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ നടക്കാം കേട്ടോ. സെയിമും കൂടെ ഉണ്ട്. അപ്പോൾ സെയിമിൻ്റെ ബാഗിൽ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. രാത്രിയുണ്ട്, ഒരു 9:30 ശേഷമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ ഇതേപോലത്തെ കുറച്ച് ക്യാൻഡീസിൻ്റെ ഷോപ്സ്, അതും നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന കുറച്ച് സംഭവങ്ങൾ. മലയാളീസിൻ്റെ സ്റ്റോൾസ് വളരെ കുറച്ച് 1-2 കാണുള്ളൂ കേട്ടോ. അത്ര കുറവായിരുന്നു. കൂടുതൽ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതും ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ ഇതേപോലത്തെ സാധാരണ കാഷ്വൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കണ്ടത്. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവരുടെ ഒരു ചപ്പൽ ആൻഡ് ഷൂസിൻ്റെ കളക്ഷനാണ് കേട്ടോ. എല്ലാം നല്ല വെറൈറ്റി സാധനങ്ങൾ, അതേപോലത്തെ കുറേ സ്റ്റോണും കുന്തം വർക്ക്സും എംബ്രോയ്ഡറീസും പിന്നെ ജൂട്ടീസ് കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. അധികം റേഞ്ചസ് ഒന്നുമില്ല. 300 ആണ്, ഏകദേശം 300-400 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1000 ആ ഒരു ഇത്. പക്ഷേ അടിപൊളി മോഡൽസാണ്. എല്ലാം കാണാത്ത ഒരു വിധത്തിലുള്ള മോഡൽസ്, കുറേ ഷെല്ല് വെച്ചിട്ടുള്ള അങ്ങനത്തെ മോഡൽസ്, എംബ്രോയ്ഡറി ഹാൻഡ് വർക്ക്സ് ഒക്കെ ആണ് കേട്ടോ പലതും. അങ്ങനെ അതൊക്കെ കണ്ട് ലാസ്റ്റ് ഇതാ ചെറിയൊരു ചെടിയുടെ ഏരിയ ഉണ്ട് കേട്ടോ. പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന, സാധാരണ പോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്നത്, നല്ല നല്ല പോട്ട്സ് ഒക്കെ കണ്ടു. പിന്നെ കുറേ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യില്ല കേട്ടോ. വുഡൻ്റെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ട്രഡീഷണൽ ടോയ്സ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ സെയിമിന് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു എക്സിബിഷൻ ആയിരുന്നു കേട്ടോ. ഏകദേശം കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് കേട്ടോ. മുമ്പിൽ കയറുന്ന എൻട്രി അവിടെ തന്നെയാണ്. അപ്പോൾ പോവാത്തവരൊക്കെ പോവുക. ഓക്കെ, ബൈ ബൈ.